നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എഴുന്നേറ്റ് ഒന്നും പറയണ്ട. എഴുന്നേക്ക്. എന്താ ചേട്ടാ? കണ്ണൂർന്നേ കണ്ണു തുറക്ക് കാക്കൂത്തി. ചേട്ടാ എന്താ കാണിക്കുന്നേ? ഉറങ്ങാനും സമ്മതിക്കില്ലേ? എണീക്കേണ്ട സമയമാകുമ്പോഴേ ഞാൻ എണീറ്റോളാം. കാക്കൂത്തി, ഒരു കാര്യമുണ്ട്. എന്ത് കാര്യം? നിനക്കൊരു സർപ്രൈസ് ഉണ്ട്. കണ്ണടയ്ക്ക്. സർപ്രൈസോ? എന്ത് സർപ്രൈസ്? ചുമ്മാ കളിക്കാതാക്കു ചേട്ടാ. സുഖമായിട്ട് ഉറങ്ങിക്കൊണ്ടിരുന്ന എന്നെ വിളിച്ചുണർത്തിയിട്ട് ഇപ്പൊ പറയുന്ന കണ്ണടയ്ക്കാൻ. കണ്ണടച്ചെന്നല്ലേ ഞാൻ ഉറങ്ങിയിരുന്നേ. കാക്കുത്തി, സർപ്രൈസ് കാണുമ്പോ കണ്ണടച്ച് വന്ന് കണി കാണും പോലെ വേണം കാണാൻ. അതല്ലേ അതിന്റെ ഒരു രീതി. ഞാൻ നിന്റെ കണ്ണുകളെ പൊത്തിക്കൊണ്ടുപോവാം. എനിക്ക് ഞാനില്ല. ഇങ്ങോട്ട് എനിക്ക് മിണ്ടാ. അതിന്റെ കൂടെ വാ. കണ്ണടച്ച് നടക്കണം. നീ വാ, ചേട്ടാ. പറയാം. എങ്ങോട്ടേ കൊണ്ടുപോകുന്നേ? ഇവിടെയോ? എന്താ നോക്കുന്നേ? നീ അക്കുച്ചേട്ടന്റെ കയ്യിൽ എനിക്ക് വേണ്ടി കൊടുത്തുവിട്ട അതേ സാരിയാ. ഒരു വൈറ്റ് പ്ലെയിൻ സാരി എങ്ങനെ കളർഫുൾ ആയിന്ന് ആലോചിച്ച് ഞെട്ടിപ്പോയോ എന്റെ മോള്? അക്കുച്ചേട്ടന്റെ കലാവിരുത. അക്കുച്ചേട്ടന്റെ വിരലുകളാൽ ചെയ്ത ഡിസൈനാ. ആ വിരലുകൾ ഇരിക്കുന്നുണ്ടോ? എന്നോടുള്ള ഇഷ്ടവും സ്നേഹവും പ്രണയവും ഇതെല്ലാം നിനക്കിപ്പോ കാണാൻ പറ്റുന്നില്ലേ? ഇത് നോക്ക്. എങ്ങനെയുണ്ട് അക്കുച്ചേട്ടന്റെ കലാവിരുത്? കൊള്ളാവോ? ഡിസൈൻ സൂപ്പർ അല്ലേ മാഡം ശ്രേയ? ഏത് മോളിൽ കയറി ഇറങ്ങിയാലും ഇതേപോലെ ഡിസൈൻ ചെയ്ത സാരി കിട്ടില്ല. ഈ ലോകത്തിൽ ഇങ്ങനെ ഡിസൈൻ ചെയ്ത സാരി എന്റെ കയ്യിൽ മാത്രമേ കാണൂ. വേറെ ആർക്കും ഉണ്ടാവില്ല. ബ്രാൻഡഡ് സാരി കളക്ഷൻ നോക്കിയാലും ഇതുപോലൊരു സാരി ഉണ്ടാവില്ല. താങ്ക്സ് മാഡം. ഈ സാരി എനിക്ക് കിട്ടാൻ കാരണമേ നീയാ. അയ്യോ, ഈ സാരി കിട്ടാൻ മാത്രമല്ല, എന്റെ അക്കുച്ചേട്ടന് എനിക്ക് കിട്ടിയതും നീ കാരണോ. ഇതിനൊക്കെ ഞാൻ നിന്നോട് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല ശ്രേയ. എന്റെ അക്കുച്ചേട്ടന്റെയും കല്യാണം നടത്തിയത് ബാലമാമനാ. പക്ഷേ ഞങ്ങളുടെ മനസ്സുകൾ തമ്മിൽ ഒന്നിപ്പിച്ചത് നീയാ. നീ മാത്രം. മനസ്സിലായില്ല അല്ലേ? മനസ്സിലാവുന്ന രീതിയിൽ പറയാം. കല്യാണം കഴിഞ്ഞ് ഞാനും അക്കുച്ചേട്ടനും ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ചിരുന്നില്ല. ഒരു മുറിക്കുള്ളിൽ ഒരു അന്യപുരുഷനും സ്ത്രീയും എങ്ങനെയായിരിക്കോ അതുപോലെ. അത് മനസ്സിലാക്കാത്ത നീ എന്റെ അക്കുച്ചേട്ടന്റെ ജീവിതത്തിൽ ഇടപെട്ട് ഞങ്ങളുടെ സമാധാനം കളഞ്ഞു.
നിന്റെ ആ ഇടപെടല ഞാനും അക്കുച്ചേട്ടനും ഒരേ മനസ്സായിട്ട് മാറിയത്. ശരിക്കും പറഞ്ഞ ഒരു അമ്പലം പണിത് നിന്നെ അവിടെ പ്രതിഷ്ഠിച്ച് തൊഴണം ഞാൻ. അത്രയ്ക്ക് അഹങ്കാരമായോ നിനക്ക്? അഹങ്കാരമല്ല ശ്രേയ, ഞാൻ നിന്നെ നന്ദിയോടെ ഓർത്തതാ. നിന്നെ പറ്റി ഞാൻ നല്ലതല്ലേ പറഞ്ഞുള്ളൂ. നീ അത് കേട്ട് സന്തോഷത്തോടെ എന്നോട് നന്ദി പറയാതെ അഹങ്കാരി എന്ന് വിളിച്ച് ദേഷ്യപ്പെടുവാണോ വേണ്ടത്? എന്തു പറ്റി? മുഖത്ത് വല്ലാത്ത ടെൻഷനാണല്ലോ. ഇങ്ങനെ ടെൻഷനാവാണ്ടിരിക്കുവല്ലേ? നീ ചെയ്യുന്നതൊക്കെ നിന്നെ തിരിച്ചടിക്കുന്നു. നീ പറയുന്നതൊക്കെ നിനക്ക് തന്നെ കൊള്ളുന്നു. നിന്റെ ജാതകത്തിലിപ്പോ രാഹുവും കേതുവും ശനിയും എല്ലാരും കൂടെ കഥകളി കളിച്ചോണ്ടിരിക്കുക. അതാ നീ ചെയ്യുന്നതൊക്കെ ഉൾട്ടയായി നിന്റെ തലക്കേനെ വരുന്നത്. സൂക്ഷിക്കണം ശ്രേയ, വളരെ സൂക്ഷിക്കണം. എന്റെ മുന്നിൽ നീ ഇനിയൊരു വാക്ക് വേണ്ടിയാ ശ്രേയ ആരാണെന്ന് നീ അറിയും. ഇറങ്ങിപ്പോടി. ഹലോ, ഞാൻ എങ്ങനെ പോവാനാ ശ്രേയ? ദേ ഇത്രയും ദൂരം വന്നത് തന്നെ നിന്നോട് കുറച്ച് പറയാനാ. അത് മുഴുവൻ പറയാതെ പോയാ എനിക്ക് ഒരു സമാധാനവും കിട്ടില്ല. നല്ലൊരവസരം കിട്ടിയിട്ടും ശ്രേയോട് പറയാനുള്ളത് മുഴുവൻ പറഞ്ഞില്ലല്ലോ എന്ന് എന്റെ മനസ്സിങ്ങനെ ചോദിച്ചോണ്ടേയിരിക്കും. എന്റെ മനസ്സിനെ എനിക്ക് തൃപ്തിപ്പെടുത്തിയേ പറ്റൂ. നിർത്തടി. നീ എന്താ വിചാരിച്ചേ? നീ തീരുമാനിക്കുന്നത് മാത്രമേ നടക്കൂ. നീ ആഗ്രഹിക്കുന്നതെല്ലാം നിനക്ക് കിട്ടുമെന്നോ? നിന്റെ മനസ്സിൽ നന്മയുടെ ഒരു കണിക ഉണ്ടായിരുന്നെങ്കിൽ ഗിഫ്റ്റായിട്ട് നീ വെള്ള സാരി കൊടുത്തു വിടുമായിരുന്നോ? അക്കുച്ചേട്ടനെ ചിതയിലേക്ക് എടുത്ത് വിധവയായി ഞാൻ വെള്ള സാരി കൊടുത്ത് നടക്കണം. അതായിരുന്നില്ല നിന്റെ മനസ്സിലിരിപ്പ്. വെള്ള സാരി ഇപ്പൊ കളറായത് കണ്ടോ നീ? ഈ സാരി മാത്രമല്ല, അക്കുച്ചേട്ടൻ കാരണം എന്റെ ജീവിതം മഴവില്ലിന്റെ 7 വർണ്ണങ്ങളുടെ ഭംഗിയോടെ കളറായി മാറിയത് കണ്ടോ നീ? അക്കുച്ചേട്ടൻ എനിക്ക് എത്ര സാരി വാങ്ങിച്ചു തന്നാലും അതെല്ലാം എനിക്ക് പ്രിയപ്പെട്ടതാ. പക്ഷേ അതിനൊക്കെ ഒരു പിടി മേളില്ല ദേ ഈ സാരി. ജീവിതകാലം മുഴുവൻ അനുഭവിക്കേണ്ട സന്തോഷം ഈ സാരിയിലൂടെ അക്കുച്ചേട്ടൻ എനിക്ക് തന്നു. ശ്രേയ്ക്കൊരു കാര്യം അറിയോ? ഈ സാരി എടുത്തപ്പോ എനിക്ക് തോന്നിയത് എന്താണെന്നറിയോ? അക്കുച്ചേട്ടൻ എന്നെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന പോലെയാ. അക്കുച്ചേട്ടന്റെ കൈ കൊണ്ട് ഡിസൈൻ ചെയ്ത സാരി എടുത്ത് നിൽക്കുമ്പോഴേ അക്കുച്ചേട്ടന്റെ കൈക്കൊമ്പിളിൽ ഞാൻ ഉള്ളതുപോലെ തോന്നുന്നു ശ്രേയ. ഭയങ്കര സന്തോഷം. ഈ സന്തോഷം എനിക്ക് തന്ന ശ്രേയോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല.